ഇത്തിരി നൂലും പിസ്ത ഷെല്ലും വെച്ചിട്ടാവട്ടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ലെങ്ത്തിലുള്ള ഒരു 5-6 നൂലെടുത്തിട്ടുണ്ട്. അതിനെ മറ്റൊരു വൂളൻ ത്രെഡ് വെച്ചിട്ട് നമ്മൾ റാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള നൂലിൻ്റെ ഏകദേശം സെൻറ്റർ എന്ന് തോന്നിക്കുന്ന അത്രയും പോർഷനിൽ നമ്മൾ ആദ്യം ഈ ബ്ലാക്ക് വൂളൻ ത്രെഡ് വെച്ചിട്ട് ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യം റാപ്പ് ചെയ്തിട്ടുള്ള അത്രയും പോർഷന് നമ്മൾ മടക്കി വെച്ചിട്ട് ബാക്കി എല്ലാ നൂലും ഉൾപ്പെടുന്ന രീതിക്ക് വീണ്ടും ഒന്നും കൂടെ റാപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? വീഡിയോ സൂക്ഷിച്ച് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും കേട്ടോ. ഇനി ഇതിലൊട്ടിക്കാൻ നമുക്ക് നമ്മുടെ പിസ്ത ഷെൽസിനെ പെയിൻ്റ് അടിച്ച് സുന്ദര കുട്ടപ്പനാക്കി എടുക്കണം. ഇവിടെ ഞാൻ ഡിഫറെൻറ്റ് കളേഴ്സിലാണ് പിസ്ത ഷെൽസിന് പെയിൻ്റ് അടിച്ചെടുക്കുന്നത്. അങ്ങനെ പെയിൻ്റ് അടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ 2 പിസ്ത ഷെൽസിനെ കൂട്ടി ഒട്ടിക്കാൻ പോവാണ്. അപ്പോൾ ഏകദേശം ഒരേ സൈസുള്ള പിസ്ത ഷെൽസിന് വേണം നമ്മൾ ഒരേ കളർ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഒട്ടിക്കുന്ന സമയത്ത് ഒന്ന് വലുതും മറ്റൊന്ന് ചെറുതൊക്കെ ആയിപ്പോവും. അത് കാണാൻ നല്ല വൃത്തികേടായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ പിസ്ത ഷെൽസിൻ്റെ കേസിൽ ശ്രദ്ധിക്കാനുണ്ട്. ഇതാണ് നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് ഇഷ്ടമായല്ലോ എന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാം കേട്ടോ. താങ്ക് യു.